ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ RJ EdX. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്നുള്ള സബ്ജക്റ്റിലെ ITI ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഈ ഒരു ചാപ്റ്ററാണ് ബേസ് എന്ന് പറയുന്നത്. ഉള്ളതിൽ ഏറ്റവും സിമ്പിളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് കണ്ടൻസ് എന്നുള്ളത് നോക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടൻസ് ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആൻഡ് ബേസിക് യൂണിറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ യൂണിറ്റ്സും മെഷർമെൻറ്റ്സും നമുക്കുള്ളത്? ആദ്യം എന്താണ് യൂണിറ്റ് എന്നുള്ളത് പറയാം. എന്താണ് യൂണിറ്റ്? ഇവിടെ ഡെഫിനിഷനിൽ കൊടുത്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. എ യൂണിറ്റ് is defined as a standard or fixed quantity of one kind used to measure other quantities of same kind. അതായത് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ അതർ ക്വാണ്ടിറ്റീസിനെയോ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അളവിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കണം നമ്മൾ അളക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ ടെമ്പറേച്ചർ അളക്കുന്ന ഒരു രീതി ഒരു തരത്തിലാണ്, വേറെ സ്ഥലത്ത് വേറെ രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ ഒരു സാമ്യം ഉണ്ടാകുന്നു പോകും. അതുകൊണ്ട് എല്ലാവിടെയും ഒരേ രീതിയിലുള്ള മെഷർമെൻറ്റ്സ് നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരുപോലെ ആയ രീതിയിലാണ് യൂണിറ്റ്സ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ല ഉള്ളത്, കോമൺ ആയിട്ട് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രീതിയിലാണ് യൂണിറ്റ്സിനെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തരം തിരിച്ചു വെച്ചിരിക്കുന്നത്. ഓരോ ക്വാണ്ടിറ്റീസിനും ഓരോ യൂണിറ്റ്സ് കൊടുക്കാനുള്ള റീസൺ അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ക്വാണ്ടിറ്റീസിനും ഇപ്പോൾ ലെങ്ത്ത് മെഷർ ചെയ്യാൻ, നീളം മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ സമയം അളക്കാനായിട്ട് എല്ലാത്തിനും ഒരേ യൂണിറ്റ് മതിയായിരുന്നു. ഇപ്പോൾ സമയത്തിന് സെക്കൻഡാണ്, നീളത്തിന് മീറ്ററാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ യൂണിറ്റുകൾ വെക്കാനുള്ള കാരണം എന്താണ്? ഓരോന്നും തമ്മിലുള്ള തരംതിരിവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിനും ഓരോ യൂണിറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് എല്ലാവരുടെയും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് അതെന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുന്നത് പറയാം. ഓക്കെ, അതിനൊന്ന് ക്രോഡീകരിച്ച് ഒരുപോലെ ആക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന നെസസിറ്റി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? ആവശ്യകത. ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ടു ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീസ്. എല്ലാവരുടെയും ഒരുപോലെ രീതിയിൽ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു യൂണിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ എന്താണ് യൂണിറ്റ് എന്നും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓരോന്നിനും ഓരോ യൂണിറ്റ് ഉപയോഗിക്കുന്നതെന്നും മനസ്സിലായെന്ന് വിചാരിക്കാം. ഓക്കെ, സോ യൂണിറ്റിനെ രണ്ട് തരത്തിലാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫണ്ടമെൻ്റൽ, സെക്കൻഡ് വൺ ഡിറൈവ്ഡ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണും, അല്ലെങ്കിൽ 10th പ്ലസ് ടുവിലൊക്കെ പഠിച്ചു കാണും. ഡെറിവേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ ഫണ്ടമെൻ്റൽ ആൻഡ് സെക്കൻഡ് വൺ ഡിറൈവ്ഡ്. ഫണ്ടമെൻ്റലിൽ നിന്ന് ഉണ്ടായതിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. ഫണ്ടമെൻ്റൽ ഉപയോഗിച്ച് ഉണ്ടായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇത് ഡിറൈവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് ടൈപ്പ് യൂണിറ്റ് ആണുള്ളത്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഇനി അത് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. യൂണിറ്റ്സ് ഓഫ് ബേസിക് ക്വാണ്ടിറ്റീസ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി നിലകൊള്ളുന്ന മൂന്ന് ക്വാണ്ടിറ്റികളാണ് ലെങ്ത്ത്, മാസ്, ടൈം. ഈ മൂന്നിൻ്റെയും യൂണിറ്റുകളെയാണ് നമ്മൾ എന്ത് യൂണിറ്റ് എന്ന് പറയുന്നത്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്? യൂണിറ്റ്സ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ബേസിക് യൂണിറ്റ്സ് ആൻഡ് ബെയർ എ കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അതായത് എങ്ങനെയുള്ള യൂണിറ്റുകളാണ്? എവിടെ നിന്നുണ്ടായതാണ്? ബേസിക് യൂണിറ്റുകളായിട്ടുള്ള ലെങ്ത്തിൻ്റെയും മാസിൻ്റെയും ടൈമിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള യൂണിറ്റുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉപയോഗിച്ച് ഉണ്ടായി വന്നിട്ടുള്ള യൂണിറ്റുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് ഏരിയ, വോളിയം, പ്രഷർ, ഫോഴ്സ് എന്നൊക്കെ. ഏരിയ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിസ്തീർണമാണ് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിനെയാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. നീളം ഇൻറ്റു വീതിയാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അത് എന്താണ്? ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ടുള്ള ലെങ്ത്തിൻ്റെ ഗുണിതങ്ങളാണ് അല്ലേ? ഒരു ലെങ്ത്തും മറ്റൊരു ലെങ്ത്തിനെയും ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഏരിയ കിട്ടുക.
വോളിയം ആണെങ്കിൽ എങ്ങനെയാണ് L ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്നാണ് പറയാം. ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും ഒരു ഹൈറ്റും കൂടി കൂടിയതിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അതായത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് അതിൻ്റെയൊക്കെ മെയിൻ. അതിൽ നിന്നുണ്ടായി വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള യൂണിറ്റുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആയിട്ട് നിൽക്കുന്ന 3 കാര്യങ്ങളാണ് ലെങ്ത്, മാസ്, ടൈം. ഓക്കെ, അടുത്തതാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓരോ രാജ്യത്തും ഓരോ സിസ്റ്റത്തിലാണ് നമ്മൾ യൂണിറ്റുകൾ വർക്ക് ചെയ്യുന്നത്. അതിൽ 3 ടൈപ്പ് സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ FPS സിസ്റ്റം, FPS സിസ്റ്റം. സെക്കൻഡ് വൺ CGS സിസ്റ്റം ആൻഡ് തേർഡ് വൺ MKS സിസ്റ്റം. ഇത് ഓരോ യൂണിറ്റുകളുടെ ഷോർട്ട് ഫോമുകൾ വെച്ചിട്ടാണ് ഈ പേരുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു അടിസ്ഥാനപരമായിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ലെങ്ത്, മാസ്, ടൈം, ഇവ മൂന്നിൻ്റെയും യൂണിറ്റുകളാണ് ഈ ഓരോ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. FPS സിസ്റ്റം ആണെങ്കിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ എഫ് എന്ന് പറയുന്നത്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫൂട്ട് എന്നാണ് പറയാം. ഓക്കെ, മാസ് എന്ന് പറഞ്ഞാൽ പിണ്ഡം അല്ലെങ്കിൽ ഭാരം, അതിൻ്റെ യൂണിറ്റ് ഈ പി ആണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം പൗണ്ട് എന്നാണ്. ഓക്കെ, പിന്നെയുള്ള ബേസിക് യൂണിറ്റ് ആണ് ടൈം എന്ന് പറയുന്നത്. ടൈമിൻ്റെ യൂണിറ്റ് ആണ് മൂന്നാമത് കൊടുത്തിരിക്കുന്ന എസ് എന്ന് പറയുന്നത്. എസ് എന്താണ്, സെക്കൻഡ്സ് ആണ്. സോ ഈ FPS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൂട്ട്, പൗണ്ട് ആൻഡ് സെക്കൻഡ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റത്തെ ലെങ്ത്തിനുള്ളത്, സെക്കൻഡ് വൺ മാസിനുള്ളത്, പിന്നെയുള്ളത് ടൈമിനുള്ളത്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് CGS സിസ്റ്റം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വൺ ലെങ്ത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, സെക്കൻഡ് വൺ മാസിന് വേണ്ടിയിട്ട്, തേർഡ് വൺ ടൈമിന് വേണ്ടിയിട്ട്. സിയുടെ ഫുൾ ഫോം ആണ് സെൻറ്റിമീറ്റർ, ജിയുടെ ഫുൾ ഫോം ആണ് ഗ്രാം, എസിൻ്റെ ഫുൾ ഫോം ആണ് സെക്കൻഡ്സ്. 3 സിസ്റ്റത്തിലും നോക്കിക്കഴിഞ്ഞാൽ കാണാം എസ് കോമൺ ആണ്. അതായത് ടൈമിൻ്റെ യൂണിറ്റ് എല്ലാത്തിലും എന്ത് തന്നെയാണ്, സെക്കൻഡ് തന്നെയാണ് അല്ലെങ്കിൽ സെക്കൻഡ്സ് തന്നെയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സിസ്റ്റമാണ് MKS സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്തിനുള്ളതാണ്. സോ M ഫോർ മീറ്റർ. ഓക്കെ, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിനുള്ളതാണ് ആൻഡ് K ഫോർ കിലോഗ്രാം. ഓക്കെ, S is supposed to be ടൈമിനുള്ളതാണ് ആൻഡ് S ഫോർ സെക്കൻഡ്. അതാണ് 3 സിസ്റ്റംസ് ഉള്ളത്, FPS, CGS ആൻഡ് MKS. നമ്മളിവിടെ സാധാരണ ഉപയോഗിക്കുക CGS സിസ്റ്റം അല്ലെങ്കിൽ MKS സിസ്റ്റം ആണ്. കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് CGS സിസ്റ്റംസ് ആണ്. FPS സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷിലാണ്, അതായത് അമേരിക്കൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ഉപയോഗിക്കുക. പൗണ്ടൊക്കെ യൂസ് ചെയ്ത് കാണുക, പുറത്ത് അള. നമ്മളിവിടെ ഉപയോഗിക്കുക ഗ്രാം അല്ലെങ്കിൽ kgയിലാണ് നമ്മൾ പറയാറ്. ഈ 3 സിസ്റ്റത്തിൻ്റെ ഫുൾ ഫോമും ഓരോന്നിൽ ഉപയോഗിക്കുന്ന യൂണിറ്റുകളും അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളതൊന്ന് ടേബിൾ ആക്കി എഴുതിയേ ഉള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലെങ്ത്, മാസ്, ടൈം, അതാണ് 3 ബേസിക് ക്വാണ്ടിറ്റീസ്. 3 സിസ്റ്റം FPS, CGS ആൻഡ് MKS. അപ്പോൾ ഓരോന്നിൽ ഉപയോഗിക്കുന്ന യൂണിറ്റുകളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നിൽ ഉപയോഗിക്കുന്ന 3 യൂണിറ്റുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പത്തിന് ടേബിൾ ആക്കിയിട്ട് കൊടുത്തേ ഉള്ളൂ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് SI യൂണിറ്റ്സ് ആണ്. SI യൂണിറ്റ്സിൻ്റെ ഫുൾ ഫോം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് SI യൂണിറ്റ്സിൻ്റെ ഫുൾ ഫോം വരുന്നത്. മെയിനായിട്ട് നമുക്ക് 7 ക്വാണ്ടിറ്റീസ് ആണ് SI യൂണിറ്റിൽ വരുന്നത്. ഫസ്റ്റ് വൺ ലെങ്ത്, മാസ്, ടെമ്പറേച്ചർ, ടൈം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇലക്ട്രിക് കറണ്ട് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാവിടെയും ഒരുപോലുള്ള ക്വാണ്ടിറ്റികളും ഒരുപോലുള്ള യൂണിറ്റുകളുമാണ്. എല്ലാവിടെയും ഇതുപോലെ തന്നെയാണ് ഇത് പറയുള്ളൂ. ഈ 7 ക്വാണ്ടിറ്റികളെ മെഷർ ചെയ്യുന്നത് ഈ യൂണിറ്റുകൾ വെച്ചിട്ടാണ് ഇൻ്റർനാഷണൽ ലെവലിൽ, അതായത് ലോകത്ത് എല്ലാവിടെയും. ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലെങ്ത് ആണ്. എല്ലാവിടെയും അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. മീറ്ററിൻ്റെ സിമ്പൽ അല്ലെങ്കിൽ അതിൻ്റെ എബ്രീവിയേഷൻ ആണ് സ്മോൾ ലെറ്റർ M. സെക്കൻഡ് വൺ വാസ്, അതിൻ്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം, അതിൻ്റെ സിമ്പലാണ് kg. തേർഡ് വൺ ടെമ്പറേച്ചർ, അതിൻ്റെ യൂണിറ്റ് ആണ് കെൽവിൻ, അതിൻ്റെ എബ്രീവിയേഷൻ അല്ലെങ്കിൽ സിമ്പലാണ് ക്യാപിറ്റൽ ലെറ്റർ K. ദെൻ ടൈം, ടൈമിൻ്റെ സെക്കൻഡ് ആണ്
സെക്കൻഡിൻ്റെ ലെറ്റർ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്മോൾ ലെറ്റർ എസ് എന്നാണ്. അപ്പോൾ എല്ലാവിടെയും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയാനുള്ള കാരണം. അടുത്തതാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതാണ് മോൾ. അതിൻ്റെ സിമ്പലാണ് MOL, മോൾ. നിങ്ങൾ കെമിസ്ട്രിയിൽ 10th പഠിച്ചു കാണും. ദെൻ ഇലക്ട്രിക് കറൻറ്റ്, അതിൻ്റെ യൂണിറ്റാണ് ആംബെയർ. അതിൻ്റെ ലെറ്ററാണ് A. നമ്മുടെ വീട്ടിലെ ബൾബുമ്മയും ട്യൂബുമ്മയും ഒക്കെ നമ്മൾ സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നിടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 1 ആംബെയറിൻ്റെ 2 ആംബെയറിൻ്റെ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആംബെയർ ആണ് കറണ്ടിൻ്റെ യൂണിറ്റ്. ദെൻ ലൂമിനസ് ഇൻറ്റൻസിറ്റി, അതിൻ്റെ യൂണിറ്റാണ് കാൻഡല. അതിൻ്റെ സിമ്പലാണ് CD. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റൊക്കെ ഇടുമ്പോൾ ഉണ്ടാകുന്ന ആ വെളിച്ചത്തിൻ്റെ ഉച്ചം, അതിനെയാണ് നമ്മൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ യൂണിറ്റാണ് കാൻഡല എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ലെങ്ത് ആയാലും മാസ് ആയാലും ടെമ്പറേച്ചർ ആയാലും ടൈം ആയാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ, അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണികകളെ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കറൻ്റ് ആണ്, നമുക്ക് എന്താണെന്ന് അറിയാം. പിന്നെ പറയുന്നതാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി, അതായത് പ്രകാശത്തിൻ്റെ അളവ്, തീവ്രതേനെയൊക്കെ പറയാനാണ് നമ്മൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ബേസിക് SI ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. ഇനി നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതായത് ലെങ്ത്തിൻ്റെ കുറേ യൂണിറ്റുകളുണ്ട്, മാസിൻ്റെ യൂണിറ്റുകളുണ്ട്, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ഉണ്ട്, ടൈമിൻ്റെ യൂണിറ്റ് ഉണ്ട്. ഇത്രയും 5 അല്ലെങ്കിൽ ഇത്രയും 4 കാര്യങ്ങളുടെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക. ബാക്കി എല്ലാതും ജസ്റ്റ് ഡെഫിനിഷനും അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.